എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി വെജ് മസാലയാണ് ഉണ്ടാക്കുന്നതെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റിൻ്റെ രുചിയിൽ വെജ് റോസ്റ്റാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഉടനെ തന്നെ വീഡിയോയിലേക്ക് പോകുന്നുള്ളൂ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകം. അത് പൊട്ടി വരുമ്പോഴേക്ക് അതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചത് ഇതുപോലെ മുറിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സവാളയും ജീരകവും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ ഒന്ന് വഴണ്ട് വരിക. ഫ്ലെയിം തീരെ ലോയിൽ തന്നെ വയ്ക്കുക, ജീരകം കരിഞ്ഞു പോകരുത്. അപ്പോൾ ഇതുപോലെ ആയി കഴിയുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് ചതച്ചത് ഇട്ട് കൊടുക്കുക. സമാസം എടുത്തിട്ട് ചതച്ചിട്ട് കൊടുത്താൽ മതി. ഫ്രഷ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക, അതാണ് രുചി. അപ്പോൾ അതങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ അളവ് തൊട്ട് 1 ടീസ്പൂൺ വരെ മഞ്ഞൾ ഇട്ട് കൊടുക്കാം, പൊടി. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഈ ചിക്കൻ മസാല പൗഡർ ഉണ്ടല്ലോ, ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അത് ചേർക്കണം എന്നില്ല. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒട്ടും തന്നെ കരിഞ്ഞു പോകരുത്, പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ തന്നെ വെജ് ഇടുക. വെജ് എന്ന് പറയുന്നത് കോളിഫ്ലവർ നൈസായിട്ട് സ്ലൈസ് ചെയ്തത് 1/4 കിലോ അളവിലുണ്ട്. ഇത് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തൊക്കെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിട്ട് കൊടുക്കാം. അതിൻ്റെ പുറകെ തന്നെ ഞാൻ 1/2 കിലോ അളവിൽ പൊട്ടാറ്റോ സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുക, പെട്ടെന്ന് കുക്കാകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഏകദേശം അളവിൽ ഉപ്പിട്ടാൽ മതി ഇപ്പോൾ. എന്നിട്ട് ഈ മസാലയും വെജും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് തന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡാക്കി എടുക്കുക. ഈ സമയത്ത് നല്ല ലോയിൽ വയ്ക്കുക, പറ്റുമെങ്കിൽ ഓഫ് ചെയ്ത് വയ്ക്കുക. മസാല ഒട്ടും തന്നെ കരിഞ്ഞു പോകരുത്. അങ്ങനെ കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വാദ് അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും മസാല പേരേണ്ട ശേഷം അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് അളവിൽ, അതല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ടൊന്ന് ബ്ലെൻഡായി കിട്ടും. ഇനി ഇതൊരു മൂടി വെച്ച് അടച്ചിട്ട് 3 മിനിറ്റ് തൊട്ട് 5 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം. ഇതിനിടയിൽ നമ്മളൊന്ന് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം. എന്നിട്ട് അടിയിൽ പിടിക്കാതെ നോക്കുക. തീ ഒരുപാടൊന്നും കൂട്ടി വയ്ക്കരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യുക. എന്നിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മറിച്ച് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് കുറച്ച് വാട്ടർ കണ്ടൻറ്റൊക്കെ വെജിറ്റബിളിൽ നിന്നും വരും. അതുപോലെ തന്നെ നമ്മൾ കുറച്ചൊന്ന് ഒഴിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ആവിയിലിരുന്ന് ഇതുപോലെ ഒന്ന് വേവുക. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഞാൻ തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 7 മിനിറ്റിൻ്റെ അടുത്തായിട്ടുണ്ട്. വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരുന്ന സമയത്ത് ഇത് നന്നായിട്ട് കുക്കായിട്ടും ഉണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് കുക്കായിട്ടുണ്ടോ എന്നൊന്ന് നോക്കണമല്ലോ. അപ്പോൾ ഒരു ഫോക്ക് എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കാം, വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. വേവ് കറക്റ്റ് ആക്കിയിട്ട് എടുക്കുക. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, നല്ലതായിട്ട് കറക്റ്റ് പെർഫെക്റ്റിലാണ് ഇപ്പോൾ കുക്കായിട്ടുള്ളത്. ഇനിയിട്ട് വേവിക്കരുത്, നന്നായി ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോവും, എല്ലാം കൂടി ഇങ്ങ് കുഴഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ കുഴഞ്ഞു പോകരുത്, ഇതുപോലെ വിട്ട് കിടക്കണം, നന്നായിട്ട് കുക്ക് ആവണം. അപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനിയിപ്പം നമ്മൾ കുറച്ച് മല്ലിയില മുറിച്ചത് ഇട്ട് കൊടുക്കുക. ഇത് മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. ഇതിന് വല്ലാത്തൊരു ടേസ്റ്റ് ഇതിനുണ്ടാക്കാൻ പറ്റും, ഈ ഒരു വെജിറ്റബിൾ മസാലയ്ക്ക് വേണ്ടിയിട്ട്. ഈ സ്വാദിഷ്ടമില്ലാത്തവർ മാത്രം ഇത് അവോയ്ഡ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും ഈ മല്ലിയില ലീഫ് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക എല്ലാം കൂടെ. അപ്പോൾ ഈ ചൂടിലിരുന്ന് ഈ മല്ലിയിലയുടെ ഫ്ലേവർ ഈ മസാലയിലേക്ക് ഈ വെജിലേക്ക് നന്നായിട്ട് ഇറങ്ങും. ഇപ്പോൾ എല്ലാ വെള്ളവും പോയി കണ്ടോ, കംപ്ലീറ്റ് വെള്ളം പോയിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്, ഒട്ടും തന്നെ അടി പിടിച്ചിട്ടില്ല. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റിൻ്റെ ടേസ്റ്റിലാണ് ഒരു വെജ് റോസ്റ്റ് നമുക്ക് റെഡി ആയിട്ടുള്ളത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ സെർവ് ചെയ്യാൻ പോവാണ്. ഒരു സെർവിങ് പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ സെർവിങ് പ്ലേറ്റിൻ്റെ അടിയിൽ ചപ്പാത്തി പലയാണ് കേട്ടോ. കാര്യം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ഈ സബ്ജി ഈ വെജിൻ്റെ കൂടെ ചപ്പാത്തി പെർഫെക്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ. അപ്പം നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം, അതുപോലെ തന്നെ വൈറ്റ് റൈസ് ഇല്ലേ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ മേലയിലേക്ക് ഒരല്പം കൂടി ഫ്രഷ് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ടേസ്റ്റിലൊന്ന് ചവയ്ക്കുമ്പോൾ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മസാല, വെജ് മസാല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു തകർപ്പൻ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.